അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന ഫാത്തിഹ സൂറത്തിൻ്റെ ചില മഹത്വങ്ങളും ചില ഗുണങ്ങളും പറയാനായിട്ടാണ്, നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആദ്യം വായിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികൾ അധികമായും ആവർത്തിച്ചും പാരായണം ചെയ്യുന്നതുമായ ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത്. ഖുർആനിൻ്റെ പ്രാരംഭമായതിനാൽ അൽ ഫാത്തിഹ എന്ന പേരാണ് ഈ അദ്ധ്യായത്തിന് ലഭിച്ചിട്ടുള്ളത്. ഫാത്തിഹ സൂറത്തിൻ്റെ ഒട്ടനവധി പേരുകളിൽ ഒരു പേരാണ് ഷിഫാ എന്നുള്ളത്. അതുപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ, അതായത് ഖുർആനിൻ്റെ ഉമ്മ എന്നുള്ളത്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ ഒരു സൂറത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. ഖുർആനിൻ്റെ ഉമ്മയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു ദിവസം 5 നേരത്തെ നമസ്കാരങ്ങളിലായിട്ട് 17 തവണയാണ് ഫാത്തിഹ സൂറത്ത് നമ്മൾ ആവർത്തിക്കപ്പെടുന്നത്. നീ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും കുൽഹുവല്ലാഹു അഹദും ഓതുക, എന്നാൽ മരണമല്ലാത്ത എല്ലാറ്റിൽ നിന്നും നീ സുരക്ഷിതനായി എന്നും മുത്തായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും ഓതുന്നത് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് ഫലം ചെയ്യുന്നതാണ്. പനിയുള്ളവർക്ക് നല്ല ശക്തിയായിക്കൊണ്ട് പനിക്കുന്ന ആൾക്ക് 40 ഫാത്തിഹ ഓതി മന്ത്രിച്ച വെള്ളം തെളിക്കുന്നത് ശക്തമായ പനിയിൽ നിന്നും ശിഫ ലഭിക്കാൻ കാരണമാണ്. അതുപോലെ തന്നെ രോഗിയുടെ മേൽ 41 തവണ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് അവരുടെ മേൽ നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏതൊരു രോഗമായിക്കൊള്ളട്ടെ അതിന് ശിഫ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് കൊണ്ട് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കുന്ന ഒരു വഴിയാണ് സുബ്ഹി നമസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ, ഈ 2 സുബ്ഹിയുടെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിലായിക്കൊണ്ട് 41 തവണ ഫാത്തിഹ ഓതുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഉദ്ദേശവും പൂർത്തിയാകാൻ കാരണമായി തീരും. അതുപോലെ തന്നെ നമ്മൾ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുറിവിൽ വെക്കുന്ന പഞ്ഞിയിൽ, മരുന്നൊക്കെ പുരട്ടി വെക്കുന്ന ആ പഞ്ഞിയിൽ 7 തവണ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ആ പഞ്ഞി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങി ശമനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇരു ലോകത്തും വിജയത്തിന് വേണ്ടിയിട്ട്, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല രീതിയിൽ നമുക്ക് വിജയത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജുമുഅ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തന്നെ 7 തവണ ഫാത്തിഹ സൂറത്തും 7 തവണ ഇഖ്ലാസ് സൂറത്തും അതുപോലെ തന്നെ 7 തവണ ഫലഖ് സൂറത്തും 7 തവണ നാസ് സൂറത്തും നമ്മൾ എന്നിങ്ങനെ ഈ ഒരു കണക്ക് പ്രകാരം ഓതിയിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ ഗുണങ്ങളും മഹത്വങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും എല്ലാ ഇടങ്ങേറും മുസീബത്തിനെ തൊട്ടും പടച്ച റബ്ബ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.